സ്വാതി സ്ക്രീൻ ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു പടത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നേക്കണത്. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ വിത്ത് ഇൻവെസ്റ്റിഗേഷൻ സാധനമാണ് മോനെ സീൻ. ഓക്കെ, അപ്പോൾ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോബി എന്ന് പറഞ്ഞ പുതിയ പടമാണ്. സോ പടം പൊളി സാധനം, നമുക്ക് കൂടുതലായിട്ട് സെറ്റായിട്ട് പറയാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയാം. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അഡോബി എന്ന് പറഞ്ഞ ഈ ഒരു പടം നമ്മുടെ ഭാവന ചേച്ചിയാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റഡ് ബൈ റിയാസ് മാർത്തൽ. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഈ പടം റഹ്മാൻ, ഭാവന, ബിനു പപ്പു, അതുപോലെ തന്നെ അർജുൻ ലാൽ ഇവരൊക്കെ കൂടിയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ പടം ഓവറോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സംഭവമാണ്. പടം നല്ല രീതിയിൽ നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ നല്ല പടമായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നല്ല പടമായിരുന്നു. അങ്ങനെ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ബോറി തോന്നില്ല. കാരണം തുടക്കം തൊട്ട് എനിക്ക് അവസാനം വരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അല്ലാതെ അത് തീരാത്ത എന്താ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നിയില്ല. നല്ല പടമായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സ് അതിനകത്ത് വന്നു. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലൊരു എന്താ പറയുക, ഇപ്പോൾ ക്രൈം ത്രില്ലർ എന്ന് പറയാൻ ഒരു കില്ലർ ഉണ്ടാവും. ആ കില്ലർക്ക് ഒരു മോട്ടീവ് ഇല്ലാതെ കൊലപാതകം നടക്കില്ല. കൊലപാതകം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ മോട്ടീവ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മോട്ടീവായിരുന്നു. എന്താ പറയുക, നമ്മളെല്ലാ ഒരു പടത്തിൽ കാണുന്നേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോട്ടീവായിരുന്നു എന്താ ഈ ഒരു പടത്തിൽ എന്ന് പറയുന്നത്. പിന്നെ ഭാവന ചേച്ചി സൂപ്പർ, എന്താ പറയുക, എന്താ പറയുക, അമേസിങ് ആക്ടേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവന എന്ന് പറഞ്ഞ നടിയുടെ ആ കഴിവ്, ടാലൻറ്റ് കാണിച്ച ഒരു പടം തന്നെ എന്ന് പറയാം. നമുക്കറിയാം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നൊരു പടമാണ്. മൊത്തത്തിൽ ആളുടെ ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ ആളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫേസ് ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ലൈക്ക് ഐബ്രോസൊക്കെ, ഞങ്ങൾ പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അത് ഒരു പൊട്ടുപോലും തൊട്ടിട്ടില്ല, പക്ഷെ നല്ല ഐബ്രോസൊക്കെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളായിരുന്നു. മൊത്തത്തിൽ ഔട്ട്ഫിറ്റ്സൊക്കെ ഒരു അടിപൊളിയായിട്ട്, അതായത് പുള്ളിക്കാരത്തിനെ മെയിനായിട്ട് കാണിച്ചുകൊണ്ട് ഒരു സൂപ്പർ പടം. അതായത് പുള്ളിക്കാരത്തി അതിനകത്ത് എന്താ ആറാടിയാണ്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ളൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ചില ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സീൻസ് ആണെങ്കിലും ആ നടി അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ ഒരു ടാലൻറ്റ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന പല സീൻസും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇത്രയും നാളുകൾക്ക് ശേഷം വന്നാണ്, എനിക്ക് പറയാനില്ല, വാക്കുകളില്ല, ഒരു ഭയങ്കര സംഭവം തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ റഹ്മാൻസ് ആളുടെ ആണെങ്കിലും ആളിനകത്തൊരു പോലീസ് ഓഫീസറായിട്ടാണ്. അതിലും ആളുടെ ഫസ്റ്റിലെ പുള്ളി വെച്ച് സെറ്റപ്പ് അല്ലെങ്കിലും കേസ് അന്വേഷണം ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആൾ നല്ല ദിവസം ഫൈറ്റിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ മാസ സാധനങ്ങളാണ്. ഫൈറ്റ് സീനൊക്കെ വേറെ ലെവല്, അങ്ങനത്തെ സെറ്റപ്പാണ്. പിന്നെ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ആള് കൊലപ്പെടുന്നു. അത് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നതിന് ചുറ്റിപ്പറ്റിയിട്ടാണ് അതായത് ആളൊരു ഫോറൻസിക് ഉദ്യോഗസ്ഥയായിരുന്നു. പിന്നെ ആൾ നേരത്തെ കണ്ടൊരു കേസും സിമിലറായിട്ട് ആളുടെ ഭർത്താവില്ല ബ്രദർ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള സംഭവമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സോ പടം മൊത്തത്തിൽ ഇതാണ്, ഇമോഷൻസ്, പിന്നെ കുറച്ചൊക്കെ സയൻസ് ഉള്ള ഒരു പടമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കൊള്ളാം, അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. മൊത്തത്തിൽ ഓവറോൾ സൂപ്പർ പടമാണ്. മസ്റ്റ് വാച്ചാണ്. ക്രൈം ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് വാച്ചാണ്. മൊത്തത്തിൽ പടം അടിപൊളിയാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, എന്തായാലും മസ്റ്റ് വാച്ചാണ്. അപ്പോൾ പടം OTT വന്നിട്ടുണ്ട്, എല്ലാവരും കാണുക. എന്താ പറയുക, സെറ്റാവുക, അത്രേ ഉള്ളൂ. അപ്പോൾ പടം എന്തായാലും കാണുക. അപ്പോൾ അതുവരെ ദിസ് ഈസ് സ്വാതി സുകുമാരൻ സൈനിങ് ഫ്രം സ്വാതി സ്ക്രീൻ ടോക്ക്. ബൈ ബൈ.